പരീക്ഷ റാണി ഫിലിംസിനു വേണ്ടി വാസുമേനോൻ നിർമ്മിച്ച ചിത്രമാണ് പരീക്ഷ. 1967 ഒക്ടോബർ 19 ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തി. രചന TN ഗോപിനാഥൻ നായർ. ഗാനങ്ങൾ P. ഭാസ്കരൻ. സംഗീതം MS ബാബുരാജ്. പാടിയവർ യേശുദാസ്, S. ജാനകി. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: തിക്കുറിശി ജനാർദ്ദനൻ പിള്ള, പ്രേം നസീർ, വിജയൻ, അടൂർ ഭാസി, അയ്യപ്പൻ പിള്ള, PJ ആൻ്റണി, നീലകണ്ഠ പിള്ള, ശാരദ, യമുന, ആറന്മുള പൊന്നമ്മ, ലക്ഷ്മി അമ്മ, PA ലത്തീഫ്, അപ്പു, TR ഓമന, ഭഗീരഥി അമ്മ, പഞ്ചാബി, ഹരിഹര സുബ്രഹ്മണ്യം, ഖദീജ, പങ്കജം, ശോഭ, പാർവതി, VS പത്മിനി, മാധവിയമ്മ. കൂടാതെ കോട്ടയം ശാന്ത, സാൻഡോ കൃഷ്ണൻ, BK പൊറ്റക്കാട്, രമേഷ് കുട്ടൻപിള്ള, രാധാകൃഷ്ണൻ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുക ഉണ്ടായി. ഛായാഗ്രഹണം EN ബാലകൃഷ്ണൻ. സംവിധാനം P. ഭാസ്കരൻ. P. ഭാസ്കരൻ രചിച്ച ഇതിലെ ഗാനങ്ങൾ എല്ലാം തന്നെ ഹിറ്റായിരുന്നു. അന്ന് നിൻ്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, എൻ പ്രാണനായകനെ എന്തു വിളിക്കും, ഒരു പുഷ്പം മാത്രമെൻ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, അവിടുന്നൻ ഗാനം കേൾക്കാൻ എന്നീ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്ക് പ്രിയപ്പെട്ടതു തന്നെ. ഇതിലെ കഥ: സാധാരണക്കാരനായ നീലകണ്ഠ പിള്ള ശുദ്ധഗതിക്കാരൻ കൂടിയാണ്. അയാളുടെ ഭാര്യ മരിച്ചുപോയി. നീലകണ്ഠ പിള്ളയ്ക്ക് 2 കുട്ടികളുണ്ട്. മകൻ അപ്പു, മകൾ പാർവതി. കൂടാതെ അമ്മയും അടങ്ങുന്നതാണ് കുടുംബം. മകനെ ഏറെ പ്രതീക്ഷയോടെയാണ് പിള്ള കണ്ടിരുന്നത്. പക്ഷേ സ്കൂൾ ഫൈനലിൽ അപ്പു തോറ്റുപോയി. നീലകണ്ഠ പിള്ളയുടെ സഹോദരിയായ ലക്ഷ്മി അമ്മയും ആ നാട്ടിലുണ്ട്. അവരുടെ മകൻ വിജയൻ കൽക്കത്തയിലാണ് ജോലി ചെയ്യുന്നത്. വിജയന് എറണാകുളത്തേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. എറണാകുളത്തേക്ക് പോകും മുമ്പ് നീലകണ്ഠ പിള്ളയെ സന്ദർശിക്കാനെത്തിയ വിജയൻ ട്യൂട്ടോറിയലിൽ ചേർക്കാനായി അപ്പുവിനെയും എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഹോട്ടലിലായിരുന്നു വിജയൻ്റെയും അപ്പുവിൻ്റെയും താമസം. അതിനിടെ നീലകണ്ഠൻ പിള്ളയുടെ പ്രിയ സുഹൃത്തായ ഹെഡ് മാസ്റ്റർ ജനാർദ്ദനൻ പിള്ളയെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങി വിജയനും അപ്പുവും പിള്ളയുടെ വീട്ടിലെ ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റി. വിജയന് പണ്ടേ പരിചയമുള്ളതാണ് ജനാർദ്ദനൻ പിള്ളയുടെ പുത്രി യമുനയെ. അവിടെ താമസം തുടങ്ങിയതോടെ അവർ ഏറെ അടുത്തു. അത് അനുരാഗമായി മാറി. യമുനയെ വിജയനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിൽ എതിർപ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല. ജനാർദ്ദനൻ പിള്ള നാട്ടിലെത്തി. വിജയൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങാൻ സഹായിക്കാൻ നീലകണ്ഠ പിള്ളയോട് പറയുന്നു. നല്ലവനായ അദ്ദേഹം അതിന് തയ്യാറായി. വിവാഹം ഉറപ്പിച്ചു. തീയതി നിശ്ചയിച്ചു. അപ്പുവിൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഉത്തരക്കടലാസ് പരിശോധിക്കാനായി. സയൻസിന് മാർക്ക് കുറയുമോ എന്ന് അപ്പുവിന് സംശയം. പേപ്പർ നോക്കുന്നത് ജനാർദ്ദനൻ പിള്ളയാണ്. അദ്ദേഹത്തോട് ഒന്ന് പറയണമെന്ന് അപ്പു അച്ഛനോട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ ശുദ്ധഗതിക്കാരൻ ജനാർദ്ദനൻ പിള്ളയെ കണ്ടു. കാര്യം പറഞ്ഞു. പക്ഷേ കർക്കശക്കാരനും നീതിമാനുമായ അദ്ദേഹം ഇക്കാര്യത്തിൽ താൻ വഴിവിട്ടൊന്നും ചെയ്യില്ലെന്നറിയിച്ചു. വിവരമറിഞ്ഞ വിജയൻ യമുന മുഖേനയും ശ്രമം നടത്തി. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു ചെറു സഹായം പോലും ചെയ്തു തരാൻ പറ്റാത്ത ജനാർദ്ദനൻ പിള്ളയുടെ മകളെ വിവാഹം കഴിക്കാൻ താൻ തയ്യാറല്ലെന്ന് വിജയൻ തുറന്നു പറഞ്ഞു. അതോടെ 2 കുടുംബങ്ങളും ഏറെ അസ്വസ്ഥരായി. എന്നാൽ തൻ്റെ ഭാവി വരനായ വിജയൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അപ്പുവിന് സയൻസിന് ലഭിച്ച 26 മാർക്ക് 62 മാറ്റിയാൻ യമുന തയ്യാറായി. ജനാർദ്ദനൻ പിള്ള അത് കണ്ടുപിടിച്ചു. വീണ്ടും പഴയ മാർക്ക് തന്നെ നൽകി. തൻ്റെ നിലപാടിൽ ഉറച്ചുനിന്ന ധർമ്മിഷ്ഠനായ നീതിമാനായ ആ ഹെഡ് മാസ്റ്റർ ഏറെ മനോവേദന അനുഭവിച്ചു. എങ്കിലും ധാർമ്മികമായ നിലനിൽപ്പോടെ സ്വകൃത്യം നിർവഹിച്ച അദ്ദേഹം ഈ ലോകത്തു നിന്നും പോയി.